ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ കുറിച്ച് ആദ്യമായിട്ടൊരു പക്ഷേ കേൾക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണ്. അന്ന് എനിക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല. പരിഷത്തിൻ്റെ ചില പരിപാടികൾ നടക്കുന്നതായിട്ടിങ്ങനെ അറിവ് കിട്ടുമായിരുന്നു. പരിഷത്തും ഏകദേശം ആ സമയത്തൊക്കെ ഇങ്ങനെ സജീവമായി വരുന്നേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക പ്രോജക്റ്റ് ത്രിഗുണസെൻ എന്ന് പറയുന്ന ആദ്യത്തെ നോൺ ഹിന്ദി എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് കേന്ദ്രത്തിലെ, ബംഗാളുകാരായിട്ടുള്ള അദ്ദേഹം. അപ്പോൾ പ്രാദേശിക ഭാഷകളുടെ വികസനത്തിന് വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നു. അതിനൊരു സ്കീം ഉണ്ടാക്കിയിട്ട് 1 കോടി രൂപ വീതം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭാഷകൾക്കും കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് വളരെ ഒത്തിരി ഊർജം ചുറ്റും വെതറുന്ന ഒരു സ്ഥാപനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വിജ്ഞാനവും മലയാളത്തിൽ ആക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് അവർ നിർവഹിക്കുന്നത് എന്ന് അവർക്ക് മാത്രമല്ല പൊതുവേ ഒരു അത്തരത്തിലൊരു ചർച്ച നടക്കുന്നുണ്ട്. ഒരുപാട് കാലത്തേക്ക് പരിഷത്തിനെ നിലനിർത്തിയത് ഈ പരസ്പര ബന്ധം. എനിക്ക് തോന്നുന്നത് സംഘടനകളിൽ ഇത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. വളരും തോറും ഇത് കൂടുതൽ ഫോർമലായി തീരുമെങ്കിലും എത്രത്തോളം ഇൻഫോർമലായിട്ടുള്ള ബന്ധം ആളുകൾ തമ്മിൽ നിലനിർത്താൻ കഴിയുമോ അത്രത്തോളം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആവും. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തുള്ള കമ്മ്യൂണിക്കേഷനേക്കാളൊക്കെ എത്രയോ നല്ലതായിരിക്കുമല്ലോ. നമ്മൾ തുല്യന്മാരാണ് പരസ്പരം. ഇപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥനാണ് MP എന്നൊക്കെ പറയാമെങ്കിലും എന്താ അഭിപ്രായ വ്യത്യാസം എനിക്ക് തുറന്നു പറയാം, അദ്ദേഹത്തിന് എന്നോട് പറയാം, വിമർശിക്കാം. അതിനൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എത്രയോ ആശയങ്ങൾ ഞാൻ പറയുന്നത് അവർ സ്വീകരിക്കും, ഞാൻ പറഞ്ഞ ചില ആശയങ്ങളോ അത് ശരിയല്ലടോ എന്ന് പറഞ്ഞാൽ എനിക്കത് തിരുത്താൻ കഴിയും. അതൊന്നും ഒട്ടും ഒരു എന്താ പറയുക, കന്മഷമില്ലാതെ ഔപചാരികതയില്ലാതെ ഇതൊക്കെ പരിഷത്തിൻ്റെ അന്നത്തെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.